1 or 2 മാസത്തിനകം കേരളത്തിൽ നിന്ന് ലക്ഷദ്വീപിലേക്കുള്ള സീപ്ലെയിൻ ഓപ്പറേഷൻസ് തുടങ്ങാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. പിന്നെ അത് തുടങ്ങിയതിനു ശേഷം അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടായിരിക്കും സ്വാഭാവികമായിട്ടും ഇൻസൈഡ് കേരള കണക്ടിവിറ്റി നടക്കുന്നത്. മിക്കവാറും ഡാം സൈറ്റ് അത് നമ്മൾ 3-4 ഡെസ്റ്റിനേഷൻസ് നമ്മൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് ഉഡാൻ സ്കീമിൽ പെടുത്താൻ വേണ്ടി. മിക്കവാറും ഒക്കെ ഡാം സൈറ്റിലാണ് ഇതുള്ളത്. അതുകൊണ്ട് പ്രത്യേകിച്ച് പൊല്യൂഷൻസോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒരു എൻവയോൺമെന്റൽ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാവില്ല. സൗണ്ടില്ല, പൊല്യൂഷൻ ഇല്ല. ബോട്ടിന്റെയൊക്കെ പൊല്യൂഷൻസിന്റെ 1/100 പോലും ഇതിന്റെ പൊല്യൂഷൻസ് ഉണ്ടാവില്ല. സീപ്ലെയിന് 2-3 കപ്പാസിറ്റി ഉള്ളത്. ഒന്ന് 12 പേര്, ഒന്ന് 20 പേര്. ഇവിടെ വന്ന് ഓപ്പറേറ്റ് ചെയ്തതും ട്രയൽ നടത്തിയതും 20 പേരാണ്. അവർ റെക്കമെൻഡ് ചെയ്യുന്നത് ഡി ഹാവിലാൻഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇതിന്റെ മാനുഫാക്ചറർ. ഇവർ സപ്പോർട്ട് ചെയ്യുന്നത്. അവർ പറഞ്ഞത് നമുക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ല, എന്നാലും അവർ പറയുന്നത് എയർക്രാഫ്റ്റ് മാനുഫാക്ചർ പറഞ്ഞത് നമ്മുടെ ഓപ്പറേഷൻസിന് കൂടുതൽ ഡിസ്റ്റൻസ് കവർ ചെയ്യണമല്ലോ, കൂടുതൽ ഡിസ്റ്റൻസ്. അപ്പോൾ എൻഡ്യൂറൻസ് വേണം. അതിന് നമുക്ക് 18 to 20 പാസഞ്ചേഴ്സ് കപ്പാസിറ്റിയാണ് എക്കണോമിക്കലായിട്ട് യൂസ് ചെയ്യാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതായിരിക്കും ആ ഒരു കപ്പാസിറ്റി ഞാൻ പ്രതീക്ഷിക്കും. 12,000 രൂപ വരും ഗവൺമെന്റ് സബ്സിഡി ഇല്ലെങ്കിൽ. ഉഡാൻ സ്കീമിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എടുത്തുവന്നെങ്കിൽ കുറച്ച് സീറ്റ് നമുക്ക് 2,000 to 4,000 rupees കിട്ടും. അതിന്റെ ആ ഒരു രീതിയിലായിരിക്കും അതിന്റെ ബിസിനസ് മോഡൽ ഉണ്ടാവുന്നത്. സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു പകുതിയിൽ കൂടുതൽ സീറ്റ് നമുക്ക് വില കുറവായിട്ട് കിട്ടും.